ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ ഡോക്യുമെൻറ്റേഷനും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ആദ്യം നമുക്ക് ഇതിൽ വേണ്ട ഡോക്യുമെൻറ്റേഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനീഷ്യലി നമുക്ക് വേണ്ടത് IEC എന്ന് പറയുന്ന ഇമ്പോർട്ടർ എക്സ്പോർട്ടർ കോഡാണ്. ഈ ഒരു നമ്പർ ഇല്ലാതെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ടിങ്ങും ഇമ്പോർട്ടിങ്ങും ചെയ്യാൻ സാധിക്കില്ല. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് എന്ന അവരുടെ സൈറ്റിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഒരു വ്യക്തിയുടെ വലിയൊരു സ്ഥാപനത്തിൻ്റെ പാൻ കാർഡിൽ ഒരു നമ്പർ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ട മെയിൻ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എയർവേസ് ബില്ലാണ്. അതായത് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന ഗുഡ്സിൻ്റെ എയർവേസ് ബില്ല്. അതുണ്ടെങ്കിൽ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് നമ്മൾ അയച്ച പ്രൊഡക്റ്റ് ട്രാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ മസ്റ്റായിട്ട് നമുക്ക് വേണ്ട ഒന്നാണ് എയർവേ ബില്ല്. അടുത്തതായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് വേണ്ടത് കൊമേഴ്സ്യൽ ഇൻവോയ്സ് കം പാക്കിംഗ് ലിസ്റ്റ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ഡീറ്റെയിൽസ്, ആർക്കാണോ നമ്മൾ അയക്കുന്ന ആ വ്യക്തിയുടെ ഡീറ്റെയിൽ, അതോടൊപ്പം തന്നെ അയക്കുന്ന കമ്പനിയുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെയുള്ള ഫുൾ ഡീറ്റെയിൽസും ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇൻവോയ്സ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നത് നമുക്ക് പെർഫോമ ഇൻവോയ്സ് എന്നാണ് പറയാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബയ്യർ സെല്ലർക്ക് വിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു കൺഫർമേഷൻ ആവുന്നതിന് മുമ്പ് നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ പെർഫോമ ഇൻവോയ്സ് മസ്റ്റായിട്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ടിംഗ് ബിസിനസ്സിന് ആവശ്യമാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ബിൽ ഓഫ് ലാൻഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അയക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ലീഗാലിറ്റി കാണിക്കുന്ന, അതായത് ആ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കുന്ന ഡോക്യുമെൻറ്റേഷനാണ് നമ്മൾ ബിൽ ഓഫ് ലാൻഡിംഗ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് വരുന്ന മെയിനായിട്ട് വരുന്ന ഡോക്യുമെൻ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്. അതായത് ഈ പ്രോഡക്റ്റ് എവിടെ നിന്നിട്ടാണോ ഇത് പ്രൊഡ്യൂസ് ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ കാണിക്കേണ്ടതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻസ്പെക്ഷൻ എന്ന് പറയും. അതായത് നമ്മൾ അയക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി നമ്മൾ ഇത് അയക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഒപ്പം വെക്കേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റംസ് ക്ലിയറൻസിങ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ്റെ ഇൻവോയ്സ് നമ്മൾ അതിനൊപ്പം വെക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ സൈഡാണ്. അടുത്ത് നമ്മൾ എക്സ്പോർട്ടിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മാർക്കറ്റിംഗ്, അവിടുത്തെ മാർക്കറ്റിനെ കുറിച്ച് തറവായിട്ട് സ്റ്റഡി ചെയ്യണം. കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് അതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മളൊരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ അവിടുത്തെ ഒരു ബയ്യറായിട്ട് നമ്മളൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബയ്യർ നമ്മൾ കണ്ടെത്തണം. പിന്നെ അവരായിട്ടുള്ള നമ്മളെ ട്രാൻസാക്ഷൻസ് എപ്പോഴും ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഒരു ട്രസ്റ്റ് ഡെഫിനറ്റ്ലി വരും. അല്ലാന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് ട്രേഡിൽ ഭയങ്കര മീൻസ് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് എപ്പോഴും നല്ലതെന്ന് പറയുന്നത് ആ കൺട്രിയിലുള്ള മാർക്കറ്റിംഗ് ഏജൻസിനെ ഏൽപ്പിക്കുന്നതാണ് എപ്പോഴും നന്നായിരിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഏരിയയിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കുറച്ചും കൂടി അറിയാൻ പറ്റും. സോ എപ്പോഴും നമ്മൾ അവരെ മാർക്കറ്റിങ്ങിനെ ഏൽപ്പിക്കുന്നതായിരിക്കും ഏറ്റവും നന്നായിരിക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ഇപ്പോൾ വെജിറ്റബിൾസും അതുപോലെ പിന്നെ മെഷീനറീസും ഒക്കെ നമ്മൾ ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മളത് എക്സ്പോർട്ടിംഗ് എന്നുള്ള രീതിയിലുള്ള ബാക്കിയുള്ള ഡോക്യുമെൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ പ്രൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ഉചിതമായിട്ട് തന്നെ ഫിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി കാണുന്നവരെല്ലാവർക്കും ബൈ.